Hi all, welcome to my channel Noor Microtech. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻസ് ആണ്. ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ ഓർ മോർ പോസിറ്റീവ് ബ്ലഡ് കൾച്ചർ അസോസിയേറ്റഡ് വിത്ത് സിസ്റ്റമിക് സൈൻ ഓഫ് ഇൻഫെക്ഷൻസ്. അതായത് ബ്ലഡ് സാമ്പിൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പോസിറ്റീവ് ആയിരിക്കും, അതിൽ ഇൻഫെക്ഷൻ്റെ സൈൻ കാണിക്കുന്നുണ്ട്. അതായത് ബ്ലഡിലായതുകൊണ്ടാണ് നമ്മളതിനെ ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻസ് എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ ടൈപ്സ് നോക്കാം. ബേസ്ഡ് ഓൺ ഒറിജിൻ ആണെങ്കിൽ പ്രൈമറി BSI ഉണ്ട്. ഇതിൽ എൻട്രി ഓഫ് ഫോക്കസ് ഓഫ് ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റാത്ത കേസാണ്. അങ്ങനെ പറഞ്ഞാൽ ഇൻഫെക്ഷൻ ട്രാൻസ്മിഷൻ ആവശ്യമായിട്ടുള്ള എപ്പിഡെമിയോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട് നീഡഡ് ഫോർ ദ ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫെക്ഷൻ. ഇത് ഡിറ്റർമൈൻ ചെയ്യാത്ത കേസസിനെയാണ് നമ്മൾ പ്രൈമറി BSI എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് വണ്ണാണ് സെക്കൻഡറി BSI. സെക്കൻഡറി BSI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്റ്റൻറ്റ് സൈറ്റ് ഓഫ് ഇൻഫെക്ഷൻസ് അവിടെ പ്രസൻ്റ് ആയിരിക്കും. അടുത്തത് ബേസ്ഡ് ഓൺ പ്ലേസ് ഓഫ് അക്യൂസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡിസീസ് നമ്മളിൽ എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നുള്ളത്, അതായത് എന്നതിനെ ബേസ് ചെയ്തിട്ടാവുമ്പോൾ ഇൻഹെറിറ്റഡ് ആണോ നോട്ട് ഇൻഹെറിറ്റഡ് ആണോ എന്നൊക്കെ. അതിൽ വരുന്നതാണ് നോസോകോമിയൽ, നമ്മൾക്ക് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ്, പിന്നെ കമ്മ്യൂണിറ്റി അക്വയർഡ് ആയിട്ടുള്ള BSIയും പിന്നെ മെറ്റേണലി അക്വയർഡ് ആയിട്ടുള്ള BSIയും. ഇനി ഈ ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ്റെ പ്രോഗ്രഷൻ എങ്ങനെ നോക്കാം. പ്രോഗ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് വരുന്നതാണ് SIRS, സിസ്റ്റമിക് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് സിൻഡ്രോം ആണ് നമ്മളിൽ ഫസ്റ്റ് ഉണ്ടാകുന്നത്. അതായത് എക്സാജറേറ്റഡ് ആയിട്ടുള്ള ഡിഫെൻസ് റെസ്പോൺസ് ഓഫ് ബോഡി ടു ഇൻഫെക്ഷനാണ്. ഒരു ഇൻഫെക്ഷൻ നമ്മുടെ ബോഡിയിൽ വരുന്ന സമയത്ത് നമ്മുടെ ബോഡി അതിനോട് എക്സാജറേറ്റഡ് ആയിട്ടുള്ള ഡിഫെൻസ് റെസ്പോൺസ് ആണ് കാണിക്കുക. അതാണ് SIRS. അതെന്തിലോട്ട് ലീഡ് ചെയ്യുന്നു? സെപ്സിസിലോട്ട് ലീഡ് ചെയ്യുന്നു. സെപ്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ SIRSും സസ്പെക്റ്റഡ് ഇൻഫെക്ഷനും കൂടിയതാണ്. അതായത് എക്സ്ട്രീം റെസ്പോൺസ് ഓഫ് ബോഡി ടു ആൻ ഇൻഫെക്ഷൻ, ഒരു ഇൻഫെക്ഷനോട് നമ്മുടെ ബോഡി കാണിക്കുന്ന എക്സ്ട്രീം ആയിട്ടുള്ള റെസ്പോൺസ്, അത് പിന്നീട് സിവിയർ ആയിട്ടുള്ള സെപ്സിസിലോട്ട് ലീഡ് ചെയ്യുന്നു. അതായത് സെപ്സിസും ഉണ്ടാവും, അക്യൂട്ട് ഓർഗൻ ഡിസ്ഫങ്ഷൻ എന്ത് ചെയ്യുന്നു അവിടെ സംഭവിക്കുന്നു. അതായത് വൺ ഓർ മോർ ഓർഗൻസ് ഓഫ് ദ ബോഡി ഡാമേജ് ആവുന്ന ഒരു കേസ്, അത് സെപ്റ്റിക് ഷോക്കിലോട്ട് ലീഡ് ചെയ്യുന്നു. സെപ്റ്റിക് ഷോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിവിയർ സെപ്സിസും റിഫ്രാക്ടറി ഹൈപ്പോടെൻഷൻ നോട്ട് റെസ്പോണ്ടിങ് ടു ഫ്ലൂയിഡ് റിസസറ്റേഷനാണ്. അതായത് ഫ്ലൂയിഡ് റിസസറ്റേഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ബോഡിയിലെ നമ്മുടെ ബോഡി റീഫിൽ ചെയ്യാണ് ഫ്ലൂയിഡ് വേസ്റ്റ് ത്രൂ സ്വെറ്റിംഗ് ആൻഡ് ബ്ലീഡിങ് എക്സെട്ര. അതായത് നമ്മുടെ ബോഡിയിൽ സ്വെറ്റിങ്ങും ബ്ലീഡിങ്ങും ഒക്കെ നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഫ്ലൂയിഡ് വേസ്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ അതിനെ വീണ്ടും റീഫിൽ ചെയ്യണ്ടേ, അല്ലെങ്കിൽ റെപ്ലിനിഷ് ചെയ്യണം. ആ ഒരു സംഭവത്തിനാണ് നമ്മൾ ഫ്ലൂയിഡ് റെസസറ്റേഷൻ എന്ന് പറയുന്നത്. പക്ഷേ സെപ്റ്റിക് ഷോക്ക് ഉണ്ടാവാൻ കാരണം ഈ ഫ്ലൂയിഡിൻ്റെ റീഫില്ലിങ് അവിടെ നടക്കുന്നില്ല, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഈ സെപ്റ്റിക് ഷോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. അതായത് ബ്ലഡ് പ്രഷർ എന്ത് ചെയ്യുന്നു? ഡ്രോപ്പ് ചെയ്തിട്ട് ഡേഞ്ചറസ്ലി ലോ ലെവലായിട്ട് മാറുന്നു. പിന്നെ എന്താണ്? റിഫ്രാക്ടറി ഹൈപ്പോടെൻഷൻ നോട്ട് റെസ്പോണ്ടിങ് ടു ഫ്ലൂയിഡ് റെസസറ്റേഷനും സിവിയർ സെപ്സിസും, ഇത് രണ്ടും കൂടി അങ്ങനെ ലാസ്റ്റ് അത് സെപ്റ്റിക് ഷോക്കിലോട്ട് ലീഡ് ചെയ്തു. അവസാനം അത് എത്തുന്നത് MOGS, മൾട്ടിപ്പിൾ ഓർഗൻ ഡിസ്ഫങ്ഷൻ സിൻഡ്രോം. അതായത് മൾട്ടി ഓർഗൻ ഫെയിലിയർ ആണ് അവിടെ സംഭവിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻസ് നമ്മുടെ ബോഡിയിൽ എങ്ങനെയൊക്കെയാണ് ഉണ്ടാകുന്നത്? ഹെൽമിന്തിക് ഡിസീസ് ഓഫ് ദ ബ്ലഡ് ആൻഡ് ലിംഫ്, ബാക്ടീരിയൽ സിസ്റ്റമിക് ഡിസീസസ്, റിക്കറ്റ്സിയൽ ആൻഡ് റിലേറ്റഡ് സിസ്റ്റമിക് ഡിസീസും, വൈറൽ സിസ്റ്റമിക് ഡിസീസ് ആൻഡ് പ്രോട്ടോസോവൻ സിസ്റ്റമിക് ഡിസീസ്. ആദ്യം നമ്മൾ നോക്കുന്നത് ഹെൽമിന്തിക് ഡിസീസ് ഓഫ് ബ്ലഡ് ആൻഡ് ലിംഫാണ്. നമ്മുടെ ബ്ലഡിലും ലിംഫിലൊക്കെ വോംസ് ഫോം ചെയ്യുന്ന ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻസിനെയാണ് നമ്മൾ ഹെൽമിന്തിക് ഡിസീസ് ഓഫ് ബ്ലഡ് ആൻഡ് ലിംഫ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് വരുന്നതാണ് ഷിസ്റ്റോസൊമൈസിസ് എന്ന് പറയുന്നത്. ഷിസ്റ്റോസൊമൈസിസ് 3 സ്പീഷീസ് ഓഫ് ദ ബ്ലഡ് ഫ്ലൂക്സ് ഓഫ് ദ ജീനസ് ആയിട്ടുള്ള ഷിസ്റ്റോസോമയാണ് ഈ ഷിസ്റ്റോസൊമൈസിസ് എന്ന് പറയുന്നത് കോസ് ചെയ്യുന്നത്. ഈ അസുഖം, അതായത് ഷിസ്റ്റോസൊമൈസിസ് ഉണ്ടാവാൻ കാരണം ഷിസ്റ്റോസോമ, ഇവർ റിക്വയർ ചെയ്യുന്നത് പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സ്നെയിലാണ് അവർക്ക് ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റായിട്ട് ആവശ്യമുള്ളത് ടു കംപ്ലീറ്റ് ഇറ്റ്സ് ലൈഫ് സൈക്കിൾ.
ഇനി ഇതിൽ ഹ്യൂമൻ്റെ കേസ് വരികയാണെങ്കിൽ അവരിൽ ഇൻഫെക്ഷൻ നടക്കുന്നത് ബൈ ഫ്രീ സ്വിമ്മിങ് ആയിട്ടുള്ള സെർക്കേരിയ വഴിയാണ്. സെർക്കേരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാവൽ സ്റ്റേജ് ഓഫ് ദ ബ്ലഡ് ഫ്ലൂക്കാണ്. ബ്ലഡ് ഫ്ലൂക്ക് ഷിസ്റ്റോസോമയുടെ ലാവൽ സ്റ്റേജിനെയാണ് നമ്മൾ സെർക്കേരിയ എന്ന് വിളിക്കുന്നത്. ഈ സെർക്കേരിയാണ് ഹ്യൂമണിൽ ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നത്. എങ്ങനെയെന്ന് ചോദിച്ചാൽ സെർക്കേരിയ എന്ത് ചെയ്യുന്നു, പെനട്രേറ്റ് ചെയ്യുന്നു ഹ്യൂമൻ്റെ സ്കിന്നിനെ. എപ്പോഴാണോ ഹ്യൂമൺ എന്ത് ചെയ്യുന്നത്, വെയിറ്റ് ചെയ്യുന്നത് സ്നെയിൽ ഇൻഫെസ്റ്റഡ് വാട്ടർ, അതായത് സ്നെയിൽ ഇൻഫെസ്റ്റഡ് ആയിട്ടുള്ള വാട്ടേഴ്സിലൊക്കെ ഹ്യൂമൺ നീന്തൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ നീന്തുമ്പോൾ നമ്മളിലോട്ട് സെർക്കേരിയ പെനട്രേറ്റ് ചെയ്ത് വരുന്നു, സ്കിന്നിലോട്ട് കയറി. അവിടെ നിന്ന് അവർ ബ്ലഡ് വെസൽസിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നു. ദെൻ ഇൻ ടു ലങ്സിലോട്ടെത്തി, ലിവറിലോട്ടെത്തി. അവിടെ വെച്ച് ഫ്ലൂക്ക് എന്ത് ചെയ്യുന്നു, മെച്യൂർ ചെയ്തിട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നത് ഇൻറ്റസ്റ്റൈനിലോട്ട്. ചിലപ്പോൾ അവർ എങ്ങോട്ട്, യൂറിനറി ബ്ലാഡറിലോട്ട് പോകുന്നു. അവിടെ വെച്ച് അവർ മെയ്റ്റ് ചെയ്തിട്ട് എഗ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. എഗ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 3000 എഗ്സ് പെർ ഡേ അവർ ഫോം ചെയ്യുന്നു. അതിലത്തെ ചില സം എഗ്സ് എന്ന് പറയുന്നത് ടിഷ്യൂവിൽ ട്രാപ്പ് ചെയ്തിട്ട് നമ്മളിൽ ഇൻഫ്ലമേഷൻ വരുത്തുന്നു. എന്നാൽ മറ്റ് ചില എഗ്സ് എന്ന് പറയുന്നത് പെനട്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഇൻറ്റസ്റ്റൈനൽ വാളിനെ പെനട്രേറ്റ് ചെയ്തിട്ട് ഫിസീസിലൂടെ എക്സ്ക്രീറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഇനി ഈ സെർക്കേരിയ നെക്സ്റ്റ് ഫോമിലോട്ട് മാറും, മെറ്റാ സെർക്കേരിയ ആൻഡ് അഡൾട്ടിലോട്ടൊക്കെ മാറിക്കഴിഞ്ഞിട്ട് ദെൻ ദേ മൈഗ്രേറ്റ് ടു എങ്ങോട്ട്, ലിവറിലോട്ട് മൈഗ്രേറ്റ് ചെയ്തിട്ട് ലിവറിനെ പോയിട്ട് എൻവേഡ് ചെയ്യുന്നു. അങ്ങനെ അവിടെ സിറോസിസ് എന്ത് ചെയ്യുന്നു, അവർ കോസ് ചെയ്യുന്നു. ഓക്കെ, ദെൻ ഇതിൻ്റെ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എഗ്സിനെ നമ്മൾക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും ഫിസിക്സിലും യൂറിനിലും ഒക്കെ. പക്ഷേ എഗ്സ് എന്ന് പറയുന്നത് ക്രോണിക് കേസസിലൊന്നും കാണില്ല. ഓക്കെ, ഇനി ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസിക്വൻ്റലാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അതിൻ്റെ പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്നെയിൽ ഇൻഫെസ്റ്റഡ് ആയിട്ടുള്ള വാട്ടേഴ്സിൽ അങ്ങനെ ഇറങ്ങാതിരിക്കുക, അതിലൊന്നും കൂടുതൽ ഇറങ്ങാതിരിക്കുക. പിന്നെ കെമിക്കലായിട്ടുള്ള മൊളസ്കിസൈഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ടു റെഡ്യൂസ് സ്നെയിൽ പോപ്പുലേഷൻ. ഓക്കെ, ഇതാണ് ഷിസ്റ്റോസൊമൈസിസ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഫിലറൈസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കോസ് ചെയ്യുന്നത് ബുക്കറേറിയ ബാങ്ക്രോഫ്റ്റിയാണ് കോസ് ചെയ്യുന്നത് ഡിസീസ്. അതിൽ തന്നെ ഈ ഫിലറൈസിസിലെ ബുക്കറേറിയ ബാങ്ക്രോഫ്റ്റിയുടെ അഡൾട്ട് വേംസ് എന്ന് പറയുന്നത് കാണുന്നത് ലിംഫ് ഗ്ലാൻഡ്സ് ആൻഡ് ലിംഫ് ഡക്ട്സ് ഓഫ് ഹ്യൂമൻ്റെ ലിംഫ് ഗ്ലാൻഡിലും ലിംഫ് ഡക്റ്റിലൊക്കെ കാണുന്നുണ്ട്. ഇവരിൽ ഫീമെയിൽ റിലീസ് ചെയ്യുന്ന എംബ്രിയോനെ നമ്മൾ മൈക്രോഫിലാരിയ എന്നാണ് വിളിക്കുന്നത്. ആ മൈക്രോഫിലാരിയ എവിടെയാണ് കാണുന്നത്, പെരിഫറൽ ബ്ലഡ് വെസൽസിലാണ് കാണുന്നത്. ഡ്യൂറിങ് നൈറ്റിൽ അവർ പെരിഫറൽ ബ്ലഡ് വെസൽസിലും, എന്നാൽ അവർ ഡേ ടൈമിലാവുമ്പോൾ അവരെങ്ങോട്ട് മൂവ് ചെയ്യുന്നു, ലങ്സിലോട്ട് മൂവ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, മസ്കിറ്റോസ് ആണ് മെയിൻ ആയിട്ടുള്ള ഹോസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഈ പാരാസൈറ്റിൻ്റെ ലൈഫ് സൈക്കിളിൽ. ബുക്കറേറിയ ബാങ്ക്രോഫ്റ്റിയുടെ ലൈഫ് സൈക്കിളിലെ ഹോസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണ്, മസ്കിറ്റോസ് ആണ്. മെയിൻ ആയിട്ടുള്ള മസ്കിറ്റോ ആരാണ്, അനാഫോലിസ് മസ്കിറ്റോ ആണ് ഹോസ്റ്റായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇനി അപ്പോൾ ഒരു മസ്കിറ്റോ വന്നിട്ട് ഓൾറെഡി ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഫിലറൈസിസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സണിനെ വന്നിട്ട് മസ്കിറ്റോ വന്ന് ബൈറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ മസ്കിറ്റോയുടെ ഉള്ളിലോട്ട് മൈക്രോഫിലാരി എന്ന് പറഞ്ഞാൽ ഫീമെയിൽ റിലീസ് ചെയ്യുന്ന ആ എംബ്രിയോ, ബുക്കറേറിയ ബാങ്ക്രോഫ്റ്റി എംബ്രിയോ മൈക്രോഫിലാരി എന്ത് ചെയ്യുന്നു, ഈ മസ്കിറ്റോൻ്റെ ഉള്ളിലോട്ട് പോയിട്ട് അവിടെ വെച്ചിട്ട് അവർ ലാർവി ആയിട്ട് ഡെവലപ്പ് ചെയ്തതിന് ശേഷം അവരെന്ത് ചെയ്യും, മസ്കിറ്റോയുടെ മൗത്ത് പാർട്സിൽ മൈഗ്രേറ്റ് ചെയ്തിട്ട് പോയി ഇരിക്കും. അപ്പോൾ ഈ മസ്കിറ്റോ എന്ത് ചെയ്യും, ഇൻഫെക്റ്റഡ് ആണല്ലോ, ഈ മസ്കിറ്റോ പോയിട്ട് ഒരു അനദർ പേഴ്സണിനെ പോയിട്ട് ബൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ക്യാൻ ഇൻഫെക്റ്റ് അനദർ പേഴ്സൺ. ഇങ്ങനെയാണ് ഇവരിവിടെ ഹോസ്റ്റായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇനി അപ്പോൾ പേഴ്സണിലോട്ട് എന്ത് ചെയ്തു, ഈ പാരാസൈറ്റ് ഉൾക്കറേറിയ ബാങ്ക്രോഫ്റ്റ് കയറി കഴിഞ്ഞു. അവർ പേഴ്സൻ്റെ ബ്ലഡിലോട്ട് എത്തി. അവിടുന്ന് അവർ ഡെവലപ്പ് ചെയ്തു. ദെൻ അവർ ഡെവലപ്പ് ചെയ്തതിന് ശേഷം അവർ അവിടുന്ന് ലിംഫ് ഗ്ലാൻഡിൽ ഡക്സിലോട്ടൊക്കെ വരും. അങ്ങനെ അവരുടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യും. നമ്മൾ പറഞ്ഞു ഈ വേംസിൻ്റെ അഡൾട്ട് ഫോം എവിടെ കാണുന്നത്, ലിംഫ് ഗ്ലാൻഡ് ആൻഡ് ഡക്ട്സ് ഓഫ് ഹ്യൂമൺ ആണ്. അങ്ങനെ അവരുടെ ലൈഫ് സൈക്കിൾ അവരെന്ത് ചെയ്തു, കംപ്ലീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ അഡൾട്ട് വേംസ് ആണ് റെസ്പോൺസിബിൾ ഫോർ ദി ഇൻഫ്ലമേഷൻ ഓഫ് ലിംഫ് ഡക്ട്സിനൊക്കെ. ലിംഫ് ഡക്ട്സിലും ഗ്ലാൻഡ്സിലും അല്ല അവർ കാണാം. അപ്പോൾ ലിംഫ് ഡക്റ്റിൻ്റെയും ഗ്ലാൻഡിൻ്റെ ഒക്കെ ഇൻഫ്ലമേഷൻ സംഭവിക്കുമ്പോൾ അതിൻ്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ഈ അഡൾട്ട് വേംസ് ആണ്. അവരതുപോലെ ഫീവർ, ഇവൻച്വൽ ബ്ലോക്കേജ് ഓഫ് ദി ലിംഫ് ചാനൽസ് ഒക്കെ അവർ കോസ് ചെയ്യുന്നുണ്ട് അഫക്റ്റഡ് ആയിട്ടുള്ള
ഏരിയാസിൽ. ഇനി റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് ഇങ്ങനെ വർഷങ്ങളായിട്ട് സംഭവിക്കുകയാണെങ്കിൽ അതെന്തിലോട്ട് ലീഡ് ചെയ്യുന്നു? എലിഫൻറ്റൈസിസിലോട്ട് ലീഡ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് ലിംസിൻ്റെ എലാർജ്മെൻറ്റ്, സ്ക്രോട്ടത്തിൻ്റെയൊക്കെ എലാർജ്മെൻറ്റ്. കാരണം ബ്ലോക്കേജ് സംഭവിച്ചു ലിംഫ് വെസൽസിൽ. കാരണം എന്താണ്? ഫ്ലൂയിഡ്സിൻ്റെ അക്യുമുലേഷനാണ്. പിന്നെ കണക്റ്റീവ് ടിഷ്യൂസിലൊക്കെ ഫ്ലൂയിഡ്സിൻ്റെയൊക്കെ അക്യുമുലേഷൻ നടന്നിട്ട് ലിംഫ് വെസൽസ് ബ്ലോക്കേജ് സംഭവിച്ച് അവിടെ സ്ക്രോട്ടം ലിംസൊക്കെ എലാർജ്മെൻറ്റ് സംഭവിച്ചു. അങ്ങനെ എലിഫൻറ്റൈസിസ് എന്ത് ചെയ്യുന്നു? അവർ കോസ് ചെയ്യുന്നു. ഡയഗ്നോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈക്രോഫിലാരിയനെ നമ്മൾക്ക് ബ്ലഡ് സ്മിയേഴ്സിലൊക്കെ ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഡൈഈഥൈൽ കാർബമേസിനും മെട്രോനിഡാസോളൊക്കെയാണ് അവിടെ നമ്മൾ എടുക്കുന്നത്. ഷിസ്റ്റോസൊമൈസിസ് കഴിഞ്ഞു, ഫിലറൈസിസ് കഴിഞ്ഞു. അടുത്തത് നമ്മൾ പഠിക്കുന്നത് ബാക്ടീരിയൽ സിസ്റ്റമിക് ഡിസീസസ് ആണ്. ബാക്ടീരിയൽ സിസ്റ്റമിക് ഡിസീസിൽ വരുന്നത് ഫസ്റ്റ് വൺ ആന്ത്രാക്സ് ആണ് വരുന്നത്. ആന്ത്രാക്സ് കോസ് ചെയ്യുന്നത് ബസില്ലസ് ആന്ത്രാസിസ് ആണ് ഡിസീസ് കോസ് ചെയ്യുന്നത്. ആന്ത്രാക്സ് ഡിഫറെൻറ്റ് ടൈപ്സിൽ കാണാം. ക്യൂട്ടേനിയസ് ആന്ത്രാക്സ് ഉണ്ട്, അതുപോലെ തന്നെ പൾമനറി ഉണ്ട്, ഇൻറ്റസ്റ്റൈനൽ ആന്ത്രാക്സ് ഉണ്ട്. ഫസ്റ്റ് നമുക്ക് ക്യൂട്ടേനിയസ് ആന്ത്രാക്സ് നോക്കാം. കോമൺ സൈറ്റ് ഓഫ് എൻട്രി ഓഫ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് ഫേസ്, നെക്ക്, ഹാൻഡ്സ്, ആംസ്, ബാക്കിലൊക്കെയാണ്. ആദ്യം ഇവിടെ ലീഷൻസ് ഉണ്ടാവും. അതിന് നമ്മൾ മലിഗ്നന്റ് പസ്റ്റ്യൂൾ എന്നാണ് വിളിക്കുക. പസ്റ്റ്യൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിന്നിൽ പിമ്പിൾസ് ആണ്. പിമ്പിൾസിൽ എന്തുണ്ടായിരിക്കും? പസ് ഉണ്ടായിരിക്കും. ഓക്കെ, ആദ്യം ഈ ലീഷൻസ്, അതായത് മലിഗ്നന്റ് പസ്റ്റ്യൂൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് പാപ്യൂളായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പാപ്യൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മോൾ പിമ്പിൾസ് ഓൺ ദി സ്കിന്നാണ്. ഒരു 1 to 3 days ആഫ്റ്റർ ഇൻഫെക്ഷനാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് വെസിക്കുലാറായിട്ട് പിന്നീട് മാറും. പിന്നീട് അത് ഫ്ലൂയിഡിനെ കണ്ടെയ്ൻ ചെയ്യും. ഫ്ലൂയിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ക്ലിയർ ആയിരിക്കും അല്ലെങ്കിൽ ബ്ലഡ് സ്റ്റെയിൻഡ് ആയിരിക്കും. ഓക്കെ, 10 to 20% ഓഫ് ട്രീറ്റ് ചെയ്യാത്ത പേഷ്യൻസിലൊക്കെ ഇത് പിന്നീട് മെനിഞ്ചൈറ്റിസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ക്യൂട്ടേനിയസ് ആന്ത്രാക്സിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഹൈഡ് പോർട്ടേഴ്സ് ഡിസീസ്. അതായത് മെയിനായിട്ട് ലോഡൊക്കെ ക്യാരി ചെയ്യുന്ന ഡോഗ് വർക്കേഴ്സിൽ കാണുന്ന ഡിസീസാണ് ഹൈഡ് പോർട്ടേഴ്സ് ഡിസീസ് എന്ന് പറയുന്നത്. അവരുടെ സ്കിന്നിൽ ക്യൂട്ടേനിയസ് ആന്ത്രാക്സ് എപ്പോഴും ഡെവലപ്പ് ചെയ്യാറുണ്ട്. ഓക്കെ, ഫോം ചെയ്യാറുണ്ട്. ഇനി നെക്സ്റ്റ് ആണ് പൾമനറി ആന്ത്രാക്സ്. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് വൂൾ സോൾട്ടേഴ്സ് ഡിസീസ് എന്ന് വിളിക്കുന്നത്. ഇത് കോമൺ ആയിട്ടുള്ളത് വർക്കേഴ്സിലാണ്. അതായത് വൂൾ ഫാക്ടറിയിലൊക്കെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിലാണ് ഇത് മെയിനായിട്ട് കാണുന്നത്. കാരണം അവർ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വൂളിൻ്റെ സ്പോർസിന് എന്ത് ചെയ്തു? അവർ ഇൻഹെയിൽ ചെയ്യാറുണ്ട്. എപ്പോഴും അവർ ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇൻഹെയിൽ ചെയ്യും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? വൂൾ സോൾട്ടേഴ്സ് ഡിസീസ് അല്ലെങ്കിൽ അവർക്ക് പൾമനറി ആന്ത്രാക്സ് ഫോം ചെയ്യുന്നത്. ഇത് പിന്നീട് എന്തിന് കാരണമാവുന്നുണ്ട്? ഹെമറേജിക് ആയിട്ടുള്ള ന്യൂമോണിയയ്ക്ക് കാരണമാവുന്നുണ്ട്. അടുത്തതാണ് ഇൻറ്റസ്റ്റൈനൽ ആന്ത്രാക്സ്. ഇത് ഒക്വർ ചെയ്യുന്നത് മെയിനായിട്ട് ആർക്കാന്ന് വെച്ചാൽ അൺകുക്ക്ഡ് അല്ലെങ്കിൽ അണ്ടർ കുക്ക്ഡ് ആയിട്ടുള്ള മീറ്റ് ഫുഡൊക്കെ കഴിക്കുന്നവരിലാണ് മെയിനായിട്ട് കാണുന്നത്. ഇത് നമ്മൾ ട്രീറ്റ് ചെയ്യാതെ വിട്ട് കഴിഞ്ഞാൽ സിവിയർ ആയിട്ടുള്ള എൻറ്ററൈറ്റിസ് വിത്ത് ബ്ലഡി ഡയറിയ ഒക്വർ ചെയ്യുന്നുണ്ട്. അതായത് സിവിയർ എൻറ്ററൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിന് വരുന്ന ഇൻഫ്ലമേഷനാണ്. അത് പിന്നീട് ഡെത്തിൽ പോയിട്ടാണ് എൻഡ് ചെയ്യുന്നത്. ഇറ്റ് എൻഡ്സ് ഇൻ ഫാറ്റലി. ഓക്കെ, ഇനി അടുത്തത് ആന്ത്രാക്സ് മെനിഞ്ചൈറ്റിസ് അല്ലെങ്കിൽ മെനിങ്കോ എൻസഫലൈറ്റിസ് എന്ന് പറഞ്ഞാൽ അത് ഒക്കൂർ ചെയ്യുന്നത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലാണ്. നെക്സ്റ്റ് ഈ ഹ്യൂമൻ ആന്ത്രാക്സ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ കേസ് ആയിരിക്കും, അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ആയിരിക്കും, അല്ലെങ്കിൽ നോൺ ഇൻഡസ്ട്രിയൽ കേസ് ആയിരിക്കും. ഇൻഡസ്ട്രിയൽ ആണെങ്കിൽ മെയിനായിട്ട് ഇൻഡസ്ട്രീസിലൊക്കെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിലാണ് കാണുന്നത്, അതായത് മീറ്റ് പാക്കിംഗ്, പിന്നെ വൂൾ ഇൻഡസ്ട്രിയിലൊക്കെ. ഇനി അഗ്രികൾച്ചറൽ ആകുമ്പോൾ അത് അനിമൽ ഹാൻഡ്ലേഴ്സിലാണ് കാണുക. നോൺ ഇൻഡസ്ട്രിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത് അനിമൽസ്. അതേപോലെ തന്നെ വെറ്ററിനേറിയൻ സെക്ഷനിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരിൽ, പിന്നെ ബച്ചേഴ്സിൽ, പിന്നെ ഫാമേഴ്സിലൊക്കെയാണ് മെയിനായിട്ട് അത് കാണുക. ഓക്കെ, ഇനി അതിന് പ്രിവെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജനറൽ ആയിട്ടുള്ള മെത്തേഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫാക്ടറിയിലൊക്കെ അല്ലേ മെയിനായിട്ട് ഇത് സ്പ്രെഡ് ആവുന്നത്. അപ്പോൾ ഫാക്ടറി ഹൈജീൻ, അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള സ്റ്റെറിലൈസേഷൻ, അനിമൽ പ്രോഡക്ട്സിൻ്റെയൊക്കെ അതായത് ഹൈറ്റ്സ് വൂൾസിൻ്റെയൊക്കെ സ്റ്റെറിലൈസേഷനും, പിന്നെ നമ്മൾ ഫാക്ടറി ഹൈജീനൊക്കെ മാക്സിമം ഇമ്പ്രൂവ് ചെയ്യുക.
പിന്നെ ഇമ്മ്യൂണൈസേഷൻ എന്ന് പറഞ്ഞാൽ ആന്ത്രാക്സ് വാക്സിൻ അഡ്സോർബ്ഡ്. ഇതൊരു ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു വാക്സിനാണ് ഫോർ ഹ്യൂമൻ യൂസ്. ഇനി അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അൺകോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്യൂട്ടേനിയസ് ആന്ത്രാക്സ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ഫ്ലൂറോക്വിനലോൺ വെച്ചിട്ടാണ് ഒരു 7 to 14 days വരെ. പിന്നെ പേഷ്യൻസ് നമ്മൾ സസ്പെക്റ്റ് ചെയ്യണം, നമ്മൾ സംശയിക്കണം അവർക്ക് സിസ്റ്റമിക് ആന്ത്രാക്സ് ഉണ്ട് എന്നുള്ള കേസിലൊക്കെ ആൻറ്റിടോക്സിൻ നമ്മൾ കൊടുക്കുക ഇൻ കോമ്പിനേഷൻ വിത്ത് ആൻറ്റി മൈക്രോബയൽ ഡ്രഗ്സ്. ഇനി ആന്ത്രാക്സ് മെനിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ക്ലിൻറ്റമൈസിൻ വെച്ചിട്ടാണ്. അതുപോലെ തന്നെ ഫുൾ 60 days ഓഫ് ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻറ്റും നമ്മൾ അവിടെ കൊടുക്കുന്നുണ്ട്. ആന്ത്രാക്സ് പറഞ്ഞു. അടുത്തതാണ് പ്ലേഗ്. പ്ലേഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസീസിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് സിൽവറ്റിക് പ്ലേഗ് എന്ന് വിളിച്ചു. ഇതിൻ്റെ കോസേറ്റീവ് ഏജൻറ്റ് എന്ന് പറയുന്നത് യെർസീനിയ പെസ്റ്റിസ് ആണ്. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് റാറ്റ്സിനാണ് ഇൻഫെക്ഷൻ സംഭവിക്കുന്നത്. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള റാറ്റ് എന്ത് ചെയ്യുന്നു, ഡൈ ആയി പോവാണ് ചെയ്യുന്നത്. കാരണം അവരിൽ ടെമ്പറേച്ചർ കുറയും, ബ്ലഡ് എന്ത് ചെയ്യുന്നു, കൊയാഗുലേറ്റ് ചെയ്ത് പോകുന്നു. ഇനി അടുത്ത ഇതിൻ്റെ ഹോസ്റ്റ് എന്ന് പറയുന്നത് അനദർ റാറ്റ് ആവും, മിക്കവാറും അങ്ങനെയാണ്. പക്ഷേ ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയാസിലോട്ട് വരികയാണെങ്കിൽ നെക്സ്റ്റ് ഹോസ്റ്റ് എന്ന് പറയുന്നത് ഹ്യൂമൺ ആണ്. നെക്സ്റ്റ് ഹോസ്റ്റ് ഹ്യൂമൺ ആയിരിക്കും. പിന്നെ ഇതിൽ മെയിനായിട്ട് ഫ്ലീസ് ഉണ്ടല്ലോ, ഈ ചെള്ള്, ഈ ഫ്ലീസ് ആണ് മെയിനായിട്ട് സഫർ ചെയ്യുന്നത്, പ്ലേഗിൻ്റെ ഇൻഫെക്ഷൻ മൂലം സഫർ ചെയ്യുന്നത്. അതായത് പ്ലേഗ് ഓർഗാനിസം എന്ന് പറയുന്നത് ഈ നമ്മളിപ്പോൾ ഒരു സിക്ക്, അതായത് റാറ്റ് ഇൻഫെക്റ്റഡ് ആയി, ആ റാറ്റിനെ പോയിട്ട് എന്ത് ചെയ്യുന്നു, ഫ്ലീ പോയിട്ട് ബൈറ്റ് ചെയ്യുന്നു. ഫ്ലീ പോയിട്ട് ആ റാറ്റിനെ പോയിട്ട് ബൈറ്റ് ചെയ്യുന്ന സമയത്ത് പ്ലേഗിൻ്റെ ഓർഗാനിസം ഈ ഫ്ലീയിലോട്ട് എൻ്റർ ചെയ്തതിന് ശേഷം അവർ ഫ്ലീയുടെ ഡൈജസ്റ്റീവ് ആയിട്ടുള്ള ട്രാക്റ്റിനെ ബ്ലോക്ക് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഫുഡ് എന്ത് ചെയ്യില്ല, പാസ് ചെയ്യില്ല. അവരിലെ ഫുഡ് പാസ് ചെയ്യാതെ വരുന്ന ഒരു കണ്ടീഷനിലോട്ട് എത്തിക്കും. അപ്പോൾ ഫ്ലീ എന്താവുന്നു, ഭയങ്കര ഹംഗ്രിയറായിട്ട് ഭയങ്കര ഫെറോഷ്യസ്ലി അവർ പോയിട്ട് എന്ത് ചെയ്യുന്നു, ഒരാളെ പോയിട്ട് ബൈറ്റ് ചെയ്യുന്ന സമയത്ത് അത് പുതിയൊരു വിക്റ്റിം ആവുന്നു. അങ്ങനെ ഇൻഫെക്റ്റ് ചെയ്യുന്നു പുതിയൊരു വിക്റ്റിമിനെ. എന്നിട്ട് ആ പ്ലേഗ് ഓർഗാനിസം ഇവരുടെ ഉള്ളിലുണ്ടല്ലോ, അതിനെ ഓരോ ബൈറ്റിലും, അങ്ങനെ അവർ ഹംഗ്രിയറായിട്ട് ഫെറോഷ്യസ്ലി ആണ് ബൈറ്റ് ചെയ്യുന്നത് ഒരാളെ പോയിട്ട്. അപ്പോൾ ഓരോ ബൈറ്റിലും അവരെന്ത് ചെയ്യുന്നു, ഈ പ്ലേഗ് ഓർഗാനിസത്തിനെ ആ വിക്റ്റിമിലോട്ട് കടത്തിവിടുന്നു. അപ്പോൾ എന്ത് ചെയ്യും, അവരിലോട്ട് പോയി. ഇനി ഈ ഫ്ലീ എന്ത് ചെയ്യുന്നു, ഇവൻച്വലി ഈ ഫ്ലീ പിന്നെ ഹംഗ്രിയറായിട്ട് ഡൈ ആയി പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഹോസ്റ്റിൻ്റെ ഉള്ളിൽ, ഇൻസൈഡ് ദ ഹോസ്റ്റ് ഒരാളിലോട്ട് അത് കടത്തി വിട്ടല്ലോ. അപ്പോൾ അവരുടെ ഉള്ളിലിട്ട് പ്ലേഗിൻ്റെ ബെസിലെ എന്ന് പറയുന്നത് മൾട്ടിപ്ലൈ ചെയ്തു ലിംഫാറ്റിക്സിലോട്ട്, അവിടുന്ന് ലിംഫ് നോഡിലോട്ടൊക്കെ ട്രാവൽ ചെയ്യുന്നു. അവിടെ അവർ ഹെമറേജ്, പിന്നെ ലിംഫ് നോഡ് എലാർജ്മെൻറ്റ് ഒക്കെ ഫോം ചെയ്യുന്നു. അതിനെയാണ് ബിബോസ് എന്ന് വിളിക്കുന്നത്. ബിബോസ് എന്ന് പറഞ്ഞാൽ ലിംഫ് നോഡിന് വരുന്ന ഇൻഫ്ലമേഷനാണ്. ബിബോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിബോണിക് ആയിട്ടുള്ള പ്ലേഗിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫോമാണ് ബിബോസ് എന്ന് പറയുന്നത്. ഈ ഹെമറേജസ് എന്ന് പറയുന്നത് പിന്നെ സ്കിന്നിനെയൊക്കെ ബ്ലാക്ക് കളറാക്കി മാറ്റും. അപ്പോൾ അതിനെ നമ്മൾ ബ്ലാക്ക് ഡെത്ത് എന്നും വിളിക്കാറുണ്ട്. പിന്നെ ഈ ബിബോണിക് ആയിട്ടുള്ള പ്ലേഗിൽ നിന്നൊക്കെ ഡെത്ത് ഉണ്ടാവുന്നത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് ഒരൊറ്റ മെത്തേഡ്, അഡിക്വേറ്റ് ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ആൻറ്റിബയോട്ടിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ വിത്തിൻ ഫ്യൂ ഡേയ്സ് അവിടെ ഡെത്ത് എന്ത് ചെയ്യുന്നു, ഒക്വർ ചെയ്യാണ് ചെയ്യുന്നത്. ബിബോസ് വന്ന് ഡെത്ത് സംഭവിക്കും. ഇനി ഓർഗാനിസം എന്ത് ചെയ്യുന്നു, മൂവ് ചെയ്യുന്നു ലിംഫാറ്റിക്സിൽ നിന്ന് സർക്കുലേറ്ററി സിസ്റ്റത്തിലോട്ടൊക്കെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ സെപ്റ്റിസീമിക് ആയിട്ടുള്ള പ്ലേഗാണ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെമറേജ്, നെക്രോസിസ് ഇൻ ഓൾ പാർട്സ് ഓഫ് ബോഡി, പിന്നെ മെനിഞ്ചൈറ്റിസും ന്യൂമോണിയയും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നു. അവസാനം അത് ന്യൂമോണിക് പ്ലേഗിലോട്ട് എത്തി നിൽക്കും. അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ പ്ലേഗ് നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ന്യൂമോണിക് ആയിട്ടുള്ള പ്ലേഗ് അവിടെ വരെ എത്തിയിട്ട് മോർട്ടാലിറ്റി റേറ്റ് പെട്ടെന്ന് കൂടും. ഡയഗ്നോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് യെർസീനിയ പെസ്റ്റിസ് നമ്മൾക്ക് ഡയഗ്നോസ് ചെയ്യാം സ്റ്റെയിൻ സ്മിയേഴ്സ് ഓഫ് സ്പ്യൂട്ടത്തിൽ. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രെപ്റ്റോമൈസിനും പിന്നെ ടെട്രാസൈക്ലിനും ഒക്കെ എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് പാർട്ട് 1 ആണ്. നമ്മൾ ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ്റെ പാർട്ട് 1 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാവുന്നതാണ്. പിന്നെ ഇനി പാർട്ട് 2 നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.